വെക്റ്റർ ഓൾജിബ്രയുടെ ഇന്നത്തെ ക്ലാസ്സിൽ ജോമെട്രിക്കൽ അപ്ലിക്കേഷൻ ഓഫ് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് രണ്ട് വെക്റ്റേഴ്സിൻ്റെ വെക്റ്റർ പ്രൊഡക്റ്റ് ജോമെട്രിയിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ യൂസിങ് വെക്റ്റർ പ്രൊഡക്റ്റ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വെക്റ്റർ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് അഡ്ജസൻറ്റ് സൈഡ്സ് വെക്റ്റർ എയും വെക്റ്റർ ബി ആവുന്നു. അതായത് എ എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഇനീഷ്യൽ പോയിന്റ് ആയിട്ടുള്ള രണ്ട് വെക്റ്ററായിട്ട് നമുക്ക് എ ആൻഡ് ബി കൺസിഡർ ചെയ്യാം. വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഏതാണ്? ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എ ബി ആണ് അല്ലേ. ഹൈറ്റ് അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? സി ഡി ആണ്. ദഫോർ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി, നമ്മൾ സാധാരണ ഏരിയ കണ്ടുപിടിക്കുന്ന അതേ ഫോർമുലയാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമുക്ക് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു base into height, that means AB, length of AB into length of altitude, that is CD, is equal to half into AB into CD. Then look at this triangle ADC. It is a right triangle. One of its acute angle is theta. Then how will you write sin theta from this right triangle? Sin theta is equal to, from the figure sin theta is equal to opposite side by hypotenuse, that is CD by AC. Then from this equation we can write CD equal to AC into sin theta. Then substitute this value of CD in the first equation. We will get area is equal to half into AB into AC sin theta. That is equal to half into AB is magnitude of what? Vector. Look at the figure. Magnitude of vector B. Look at the figure. AB is the length of the line segment AB. That means the vector B. Therefore, we can say that it is the magnitude of vector B. And the AC is the magnitude of what? Vector A. Therefore, we can write half into magnitude of vector B into magnitude of vector A into sin theta. That is equal to half into, we can rearrange the terms, magnitude of A, magnitude of B, sin theta. Actually, it is the magnitude of A cross B. And we know that A cross B is equal to modulus of A, modulus of B, sin theta into n cap. It is a vector. Therefore, its direction is n cap. Then that n cap is a unit vector. Therefore, what about magnitude of A cross B? It is mod A mod B sin theta. Therefore, here we got mod A mod B sin theta. Therefore, we can write half into magnitude of A cross B. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണത്. അപ്പോൾ ഏരിയ നമുക്ക് എന്താ കിട്ടിയത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ whose adjacent sides are vector A and vector B is equal to half into magnitude of A cross B. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. രണ്ട് സൈഡ്സ്, ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് വിത്ത് co-initial points. We can write vector A and vector B. Therefore, area of triangle is equal to half of magnitude of vector A cross vector B. അപ്പോൾ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നത്, ഹാഫ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് അടുത്തൊരു അപ്ലിക്കേഷൻ നോക്കാം.
ഏരിയ ഓഫ് എ പാരലോഗ്രാം യൂസിങ് വെക്ടർ പ്രൊഡക്റ്റ്. അതായത് വെക്ടർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ പാരലോഗ്രാം നമുക്ക് നോക്കാം. ഒരു പാരലോഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എ ബി സി ഡി ആണ് പാരലോഗ്രാം. ഈ പാരലോഗ്രാമിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഒരു പാരലൽ സൈഡ്സിൽ ഇടയിലുള്ള ദൂരം, അതായത് ഡി ഇ ആണ് പാരലൽ സൈഡ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എ ബി ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. എ ബി ഇൻറ്റു ദിസ് ഡി ഇ ആണ് നമ്മുടെ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഇനി therefore we can write area of the parallelogram equal to AB into, that is base ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എ ബി ആണ്. എ ബി ഇൻറ്റു ഡി ആണ്. എ ബി ഇൻറ്റു ഡി. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടറായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഒരു വെക്ടർ നമ്മുടെ വെക്ടർ എ ആണ് എ ബി ആയിട്ട് എടുക്കുന്നത്. അടുത്ത വെക്ടർ നമുക്ക് വെക്ടർ ബി ആയിട്ട് എടുക്കാം, എ ഡി. അപ്പോൾ ഇവിടെ ഇതിനിടയിലുള്ള ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഇതിനിടയിലുള്ള ആംഗിൾ നമ്മൾ എടുക്കുന്നത് തീറ്റയാണ്. Therefore, from the right triangle ADE, what is sin theta? Sin theta is equal to DE, opposite side, by hypotenuse AD. Therefore, DE equal to AD, D equal to AD sin theta. AD is magnitude of vector B. Therefore, magnitude of vector B into sin theta is the area. Area is equal to AB into DE. Therefore, AD sin theta. And magnitude of a vector A is AB. Therefore, magnitude of vector A and into magnitude of vector B, AD is magnitude of vector B into sin theta. Actually, it is magnitude of A cross B. Therefore, area is equal to magnitude of parallelogram area എടുക്കുമ്പോൾ magnitude of A cross B. ഇത് നമുക്ക് ഇത്രയും സ്റ്റെപ്സ് നേരത്തെ എഴുതിയ പോലെ തന്നെ സ്റ്റെപ്സ് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് പാരലോഗ്രാം. ഓർ യു ക്യാൻ സേ ദാറ്റ് area of a parallelogram is 2 times that of area of a triangle. Therefore, 2 into half of magnitude of A cross B, and 2 and 2 get cancelled. We will get area of parallelogram is equal to magnitude of A cross B. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏരിയ ഓഫ് ദി പാരലോഗ്രാം കണ്ടുപിടിക്കാം. ഇത് രണ്ട് ആപ്ലിക്കേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കാം. നമ്മുടെ പബ്ലിക് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. അത് ഫോക്കസ് ഏരിയയിലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് മിക്കവാറും ചോദിക്കാറ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് നന്നായിട്ട് പഠിച്ചു വെക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക ഫോർമുല.